ശ്രീമാസിലേക്ക് സ്വാഗതം. ഈ 2025 ഡിഗ്രി ലെവൽ PSC എക്സാംസ് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഏതൊക്കെയാണ്? ഈ ഡിഗ്രി ലെവൽ PSC എക്സാംസ് പ്രധാനമായിട്ട് 6 എക്സാമുകളാണുള്ളത്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ഒന്ന് SBCID, അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്, PSC നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അടുത്തത് എക്സൈസ് ഇൻസ്പെക്ടർ, അതിൻ്റെ PSC നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അസിസ്റ്റൻ്റ്, അതിൻ്റെയും നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. അടുത്തത് ഈ 3 എണ്ണത്തിൻ്റെ നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. ബാക്കി 3 എണ്ണത്തിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരാനുണ്ട്. കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെ 2 കാറ്റഗറികളിലായിട്ടാണ് വരിക. അതായത് KSFE, KSEB പോലെയുള്ളതിന് ഒരു കാറ്റഗറിയും, പിന്നെ KSRTC അങ്ങനെയുള്ളത്, അതെല്ലാം കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെ പരിധിയിൽപ്പെടുന്നതാണ്. പിന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ്, അതും വരാനുണ്ട്, PSC നോട്ടിഫിക്കേഷൻ വരാനുണ്ട്. അടുത്തത് സബ് ഇൻസ്പെക്ടർ. ഈ ഡിഗ്രി ലെവൽ എക്സാംസിൻ്റെ പരീക്ഷകൾ 6 എണ്ണമാണുള്ളത്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് 6 എണ്ണമാണ് PSC നോട്ടിഫിക്കേഷൻസ് ഉള്ളത്. അതിൽ 3 എണ്ണത്തിൻ്റെ ഓൾറെഡി 3 എണ്ണത്തിൻ്റെ PSC നോട്ടിഫിക്കേഷൻസ് വന്നു കഴിഞ്ഞു. SBCID നോട്ടിഫിക്കേഷൻ വന്നു, PSC നോട്ടിഫിക്കേഷൻ വന്നു. അടുത്തത് എക്സൈസ് ഇൻസ്പെക്ടർ, അതിൻ്റെയും PSC നോട്ടിഫിക്കേഷൻ വന്നു. അടുത്തത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അസിസ്റ്റൻ്റ്, അതിൻ്റെയും PSC നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. പിന്നെ കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ്, അതായത് KSEB, KSFE, KSRTC, ഇതെല്ലാം ഈ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൽ ഉൾപ്പെടുന്നതാണ്. KSE 2 കാറ്റഗറികളിലായിട്ടാണ് സാധാരണ അതിൻ്റെ നോട്ടിഫിക്കേഷൻ, കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നത്. KSEB, KSFE അങ്ങനെയുള്ള കമ്പനികൾക്കൊരു കാറ്റഗറിയും KSRTC അതുപോലുള്ളതിന് വേറെ ഒരു കാറ്റഗറിയുമായിട്ടുമാണ് വരുന്നത്. അടുത്ത യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ്, അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരാനുണ്ട്. കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ്, അടുത്തത് സബ് ഇൻസ്പെക്ടർ, അതിൻ്റെ ഈ 3 എണ്ണത്തിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഉടനെ തന്നെ വരുന്നതാണ്. അത് വരുന്ന മുറയ്ക്ക് ഞാൻ അറിയിക്കുന്നതാണ്. അപ്പോൾ ഈ 6 എക്സാമുകളാണ് ഡിഗ്രി ലെവൽ എക്സാംസ്. ആദ്യത്തേത് SBCID, അതിൻ്റെ PSC നോട്ടിഫിക്കേഷൻ വന്നു. രണ്ടാമത്തേത് എക്സൈസ് ഇൻസ്പെക്ടർ, അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു. 3 കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അസിസ്റ്റൻ്റ്, അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇനിയും കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ്, സബ് ഇൻസ്പെക്ടർ, ഈ 3 ഡിഗ്രി ലെവൽ എക്സാംസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഉടനെ തന്നെ വരുന്നതാണ്. ഡിഗ്രി ലെവൽ എക്സാംസ് 2 ഘട്ടങ്ങളിലായിട്ടാണ് എക്സാം നടക്കുക. അതായത് ഡിഗ്രി പ്രിലിംസ് എക്സാമും ഡിഗ്രി മെയിൻ എക്സാമും. പ്രിലിംസ് എക്സാമിൽ പാസ്സായിട്ടുള്ളവരെയാണ് മെയിൻസ് എക്സാമിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. പ്രിലിംസ് എക്സാം സാധാരണയായിട്ട് PSC നടത്തുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ്. മെയിൻസ് എക്സാം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ, ഇങ്ങനെ 2 ഘട്ടങ്ങളിലായിട്ടാണ് നടത്തി കാണുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ലേറ്റസ്റ്റ് സിലബസിനെ പറ്റി ഒന്ന് നോക്കാം. ജനറൽ നോളജ്, ഹിസ്റ്ററി 10 മാർക്ക്, ജോഗ്രഫി 5 മാർക്ക്, സിവിക്സ് 5 മാർക്ക്, ഹിസ്റ്ററി 10 മാർക്ക്, ജോഗ്രഫി 5 മാർക്ക്, സിവിക്സ് 5 മാർക്ക്, ഇക്കണോമിക്സ് 5 മാർക്ക്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 5 മാർക്ക്, ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ് അതിന് 10 മാർക്ക്. പിന്നെ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടറിൻ്റെ ബേസിക്സ് എല്ലാ ജോലിക്കും അത്യാവശ്യമാണല്ലോ. ഇപ്പം കമ്പ്യൂട്ടറിൻ്റെ ബേസിക്സ് അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്, അത് 5 മാർക്ക്. പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി 5 മാർക്ക്, 5 മാർക്ക്. പിന്നെ മാത്തമാറ്റിക്സ്, അരിത്തമെറ്റിക്സ്, സിമ്പിൾ അരിത്തമെറ്റിക്സ്, മെൻ്റൽ റീസണിങ്, മെൻ്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻസ് അങ്ങനെയൊക്കെ ഉള്ളത്, അത് 20 മാർക്കിൻ്റെയാണ്. ജനറൽ ഇംഗ്ലീഷും 20 മാർക്കിൻ്റെയാണ്. പിന്നെ റീജിയണൽ ലാംഗ്വേജ്, അത് തമിഴ്, കന്നഡ, മലയാളം, ഇതിലേതാ നമുക്ക് നമ്മുടെ ചോയ്സ് അനുസരിച്ച് തിരഞ്ഞെടുക്കാവുന്നതാണ്. അങ്ങനെ ആകെ 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. സിലബസ് ഒരിക്കൽ കൂടി പറയാം. അതായത് ജനറൽ നോളജ് വിഭാഗത്തിൽ ഏതൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. ഹിസ്റ്ററി 10 മാർക്ക്, ജോഗ്രഫി 5 മാർക്ക്, എക്കണോമിക്സ് 5 മാർക്ക്, സിവിക്സ് 5 മാർക്ക്, പിന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 5 മാർക്ക്, പിന്നെ ഇന്ത്യൻ ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ ആൻഡ് സ്പോർട്സ് അത് 10 മാർക്കിൻ്റെ ഉണ്ട്. പിന്നെ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടറിൻ്റെ
ബേസിക് ആയിട്ടുള്ള പരിജ്ഞാനം ഉണ്ടായിരിക്കണം, അത് 5 മാർക്ക്. പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി 5 മാർക്ക്. പിന്നെ സിമ്പിൾ അരിത്തമെറ്റിക്, മെൻ്റൽ എബിലിറ്റി ആൻഡ് റീസണിങ് അത് 20 മാർക്കുണ്ട്. ജനറൽ ഇംഗ്ലീഷ് 20 മാർക്കുണ്ട്. പിന്നെ റീജിയണൽ ലാംഗ്വേജ് മലയാളം, തമിഴ് ഓർ കന്നഡ ഇത് 10 മാർക്കുണ്ട്. അങ്ങനെ ആകെ 100 മാർക്കാണ് ഇതിൻ്റെ ഡിഗ്രി പ്രിലിംസ് എക്സാംസിൻ്റെ. ഇതിൻ്റെ സിലബസ് അറിഞ്ഞ് നമുക്ക് പഠിക്കാം. ശ്രീമാത്സിൽ ക്ലാസ് എടുക്കുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഡിഗ്രി പ്രിലിംസിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ധാരാളം ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും പ്രീവിയർ ക്വസ്റ്റ്യൻസിൻ്റെ ഡീറ്റെയിൽഡ് ഡിസ്കഷൻ ശ്രീമാത്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും തുടർന്നും അത് പ്രതീക്ഷിക്കാവുന്നതാണ്. നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ഇനി 6 മാസങ്ങൾ, ഏകദേശം അപ്രോക്സിമേറ്റ് 6 മാസങ്ങളേ ഉള്ളൂ. കണ്ടിന്യൂസ് ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചാൽ അതിലെ ട്രിക്കുകളും ടിപ്പുകളും ഒക്കെ മനസ്സിലാക്കി നന്നായിട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. ശ്രീമാത്സിൽ മാത്തമാറ്റിക്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി, റീസണിങ് അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും ദൂരീകരിച്ചുകൊണ്ട് മെഗാ റിവിഷനുകൾ എടുക്കുന്നതാണ്. തുടർന്നും പ്രതീക്ഷിക്കാവുന്നതാണ്. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.